ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എനിക്ക് സുഖം, എൻ്റെ ഫാമിലിക്ക് സുഖം, എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്കൊക്കെ സുഖമല്ലേ? അപ്പം ഇന്ന് എന്താണെന്ന് വിചാരിച്ചാൽ നേരത്തെ എണീറ്റിക്കണം. എന്തിനാണെന്നറിയോ? നബിദിനാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ. അപ്പം നേരത്തെ എണീറ്റിക്കണു. അപ്പോൾ നേരത്തെ എണീറ്റപ്പം തന്നെ എണീച്ച് വരുമ്പോൾ തന്നെ ഞങ്ങൾ തറവാടിൻ്റെ അവിടുന്ന് കുറച്ച് പായസം തൂക്കിലെടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ വർഷവും അവരുണ്ടാക്കിയിട്ട് അങ്ങനെ തറവാടിൻ്റെ അവിടുത്തെ ഒരു അയൽവാസി ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊടുന്നു തരും കേട്ടോ. അങ്ങനെ കൊടുന്നു തന്നിട്ടുണ്ട്. അപ്പം ഞാൻ പായസം കുടിക്കട്ടെ. അങ്ങനെ മോനി എണീക്കാൻ വിടട്ടെ. ഇപ്പോൾ പകുതി ജോലിയായി. കുക്കറിൽ ഇതാ ചിക്കൻ വെച്ചിട്ടുണ്ട്, പത്തിരി ഫ്രിഡ്ജിലുണ്ട്. അതിനി ചൂടണം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് പായസം കുടിച്ച് മോനെ കുടിക്കാൻ പോട്ടെ കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഗ്ലാസ് പായസം കുടിച്ചിട്ട് അപ്പോഴേക്ക് സ്വത്തുവിനെ വിളിക്കാൻ ഞാൻ അവിടെ പോയിട്ടോ. അപ്പം സ്വത്ത് ഭയങ്കര ഉറക്കമപ്പിൽ നീക്കൂല കേട്ടോ. ആള് 10-11 മണിയാവും എണീക്കുമ്പോഴത്തേന്. അപ്പം ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ 7 മണിക്ക് എണീറ്റ്. അങ്ങനെ അവനെ വിളിച്ച് ഉറക്കമപ്പിൽ ഒരു വിധം തല്ലൊക്കെ കൊണ്ട് എന്നെ ഒരുപാട് തച്ചിട്ടോ. അങ്ങനെ അവന് ഡ്രസ്സ് മാറ്റി. എന്താ ഡ്രസ്സ് മാറ്റാനെന്നറിയോ? പൈസ കൊടുത്തു. കിൻഡർ ജോയ് വാങ്ങാൻ പറഞ്ഞിട്ട് അങ്ങനെ കിൻഡർ ജോയി വാങ്ങാനായിട്ട് പൈസ കൊടുത്തു. അപ്പോൾ അവനങ്ങനെ പോകാൻ ദഫിൻ്റെ കൊട്ടുന്ന സാധനമല്ലേ, അത് കൊടുത്തിട്ടാണ് പോണത്. അവന് കളിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അവന് ദഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കൊണ്ടുപോകാൻ പാടില്ല, തിരിച്ചു കൊടുക്കുക പറഞ്ഞ് അങ്ങനെ തിരിച്ചു കൊടുത്ത് അവനങ്ങനെ കളി കാണാൻ പോയിട്ടോ. അപ്പോഴേക്കും 3 മദ്രസ ഞങ്ങൾ മുന്നിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു. 3 മദ്രസയുടെ റാലി. അങ്ങനെ ഞങ്ങളെ മുന്നിൽ കൂടി റാലി വന്നപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയുടെ മോനാണ് കേട്ടോ അത്. എനിക്ക് ദഫിന് കളിക്കാനുണ്ട്. അപ്പോൾ അവനക്ക് മാല ഉണ്ടാക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ മാലയൊക്കെ ഉണ്ടാക്കി അവനക്ക് മാലയൊക്കെ കൊടുത്ത് അങ്ങനെ ദഫൊക്കെ റാലിയൊക്കെ പോയിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് ഫ്രിഡ്ജ് തുറന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് കുറേ ഐസ്ക്രീം ഉണ്ടായിരുന്നു. ഞാനും സ്വത്തും ഐസ്ക്രീം അങ്ങനെ അടിച്ച് മാറിയിട്ട് എല്ലാവരും കഴിച്ചിട്ടോ. ഞാനും സ്വത്തും ഒറ്റക്കല്ല, എല്ലാവരും കഴിച്ച്. അങ്ങനെ അവന് വാശിയിൽ വാങ്ങി കിൻഡർ ജോയ് ഇല്ലേ, അത് കൊടുത്ത് നോക്കി. അപ്പോൾ ഒരു പെണ്ണിനെ കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം അങ്ങനെ ഉച്ചക്കുള്ള കറി ബിരിയാണി ആവും. ബിരിയാണി ഉണ്ടായാലും വെറുംചോറും വേണം കേട്ടോ. അപ്പോൾ കുറച്ച് മുരിങ്ങ പൊട്ടിക്കുക ഉച്ചക്കത്തിനുള്ളൊരു കറിക്ക്. ബിരിയാണി ഉണ്ടായാലും വീട്ടിൽ കറിയും വേണം, വെള്ളച്ചോറും വേണം കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടൊരു ഐറ്റംസ് മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് കേട്ടോ അത്. അങ്ങനെ മുരിങ്ങയും പൊട്ടിച്ച് താഴെ വന്ന് അപ്പോഴേക്ക് ഇതാ ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മദ്രസയിൽ നിന്ന്. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. ആ ചെമ്പിൽ വരട്ടി ആ ചോറ് കഴിക്കുമ്പോഴില്ലേ നമുക്ക് എല്ലാം മറക്കും. ഇങ്ങനത്തെ ടേസ്റ്റിലെ ചോറ് നമ്മളെ വീട്ടിൽ വെക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോഴോ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ മദ്രസയിൽ നിന്ന് കിട്ടുന്ന ആ ചോറിന് ടേസ്റ്റ് വേറൊരു ലെവലാണ് കേട്ടോ. അപ്പം അങ്ങനെ സ്വത്തുവിന് കുറച്ച് ചോറും എരിവൊക്കെ ആകാത്ത കുറച്ച് ചോറും എടുത്തങ്ങാണ്ട് കുറച്ച്. അപ്പം ചോറ് എടുത്ത ടൈമിലാണ് സ്വത്തുവിന് ഒരേ വാസി കോഴിക്ക് അരി വേണം. അവനക്ക് ചോറ് എടുത്താൽ കോഴിക്കും അരി വേണം കേട്ടോ. അപ്പം അങ്ങനെ കോഴിക്കും അരി എടുത്ത് ഞങ്ങൾ ചോറും എന്നും കൊണ്ടിരിക്കും. ഞങ്ങൾ ഐസുംകാരൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐസുംകാരൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഓടി ചെന്ന് ഐസ് വാങ്ങി. എൻ്റെ പണ്ടത്തെ സ്കൂളത്തെ ഒരു ഐസുംകാരനാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടുത്ത് ഐസും വാങ്ങി. ഞാൻ സേമിയൻ ഐസ് ചോദിച്ചു, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ വിശേഷം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.